ഒരു പെൺകുട്ടിക്ക് ജന്മനാ തന്നെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. അവൾക്ക് 14 വയസ്സായപ്പോൾ ഉയർന്ന നിലയിലുള്ള ഒരു ഓപ്പറേഷൻ നടത്തിയാൽ അവൾക്ക് കാഴ്ച ലഭിക്കുമെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് അറിഞ്ഞ അവളുടെ മാതാപിതാക്കൾ അവളുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യിക്കുന്നതിനായി തീരുമാനിച്ചു. ഈ 14 വയസ്സ് വരെ അവളുടെ മാതാവ് സൂര്യോദയത്തെപ്പറ്റിയും അസ്തമയത്തെപ്പറ്റിയുമുള്ള ഒരു നല്ല ചിത്രീകരണം അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. പക്ഷിമൃഗാദികളെപ്പറ്റിയും അവളുടെ അമ്മ അവളെ പറഞ്ഞ് മനസ്സിലാക്കി. ഇതെല്ലാം കേട്ട് അവൾ ഇത് എത്ര മനോഹരമായിരിക്കുമെന്ന് പറയുമായിരുന്നു. പല നിറത്തിലുള്ള പൂക്കളെപ്പറ്റി അവളോട് പറഞ്ഞപ്പോൾ അവൾ അത്ഭുതത്തോടെ ഇതെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഓർത്ത് ഇപ്രകാരം പറഞ്ഞു: ഈ ദൈവം എത്ര ശ്രേഷ്ഠനാണ്! ഇത്ര ഭംഗിയുള്ള പ്രകൃതിയെ നിർമ്മിക്കുവാൻ തീരുമാനിച്ച ദൈവം അതിമനോഹരം തന്നെ. ഈ പെൺകുട്ടിയുടെ ഓപ്പറേഷൻ നടന്നതിന് ശേഷം കണ്ണിനെ മൂടിക്കെട്ടിയിരുന്ന കെട്ടുകളെ അഴിക്കുവാൻ ഡോക്ടർമാർ വന്ന ദിവസം അവളുടെ കരത്തിൽ പിടിച്ചുകൊണ്ട് അവളുടെ അമ്മ അവളെ അടുത്ത് തന്നെ ഇരുന്നിരുന്നു. കണ്ണിനെ മൂടിയിരുന്ന അവസാനത്തെ കെട്ടുകൾ അഴിച്ചു മാറ്റിയപ്പോൾ അവൾ അവളുടെ മാതാവിനെ ആദ്യമായി കണ്ടു. അവളെ ശുശ്രൂഷിച്ച ഡോക്ടറെ അവൾ കണ്ടു. അവൾ ജനലിൽ കൂടി വെളിയിലേക്ക് നോക്കി വിശാലമായ നീലാകാശം കണ്ടു, പക്ഷികളെ കണ്ടു. അവൾ പറഞ്ഞു: എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഈ കാണുന്നതെല്ലാം. ഇതെത്ര മനോഹരമാണ്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 39 മുതൽ 42 വാക്യങ്ങളിൽ ശമര്യയുടെ സാക്ഷ്യത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ചെയ്തൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ പറഞ്ഞ സാക്ഷ്യം നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവൻ്റെ അടുക്കൽ വന്നു തങ്ങളോട് കൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിൻ്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നുവെന്ന് സ്ത്രീയോട് സാക്ഷ്യം പറഞ്ഞു. ശമരിയ സ്ത്രീയുടെ സാക്ഷ്യവും തുടർന്നുള്ള സംഭവങ്ങളുമാണ് ഇവിടുത്തെ പ്രതിപാദന വിഷയം. പട്ടണത്തിലേക്കും പാവനിയായവൾ, നിന്നയിലും പരിഹാസത്തിലും കഴിഞ്ഞവൾ, അവൾ യേശുവിനെ അറിഞ്ഞു. അവളുടെ സാക്ഷ്യം മൂലം ശമര്യരും യേശുക്രിസ്തുവിനെ അറിഞ്ഞു. കേട്ടതിനേക്കാൾ ശ്രേഷ്ഠനായ കർത്താവിനെ അവർ രുചിച്ചറിഞ്ഞു. ശമരിയ സ്ത്രീയെയും യേശുവുമായുള്ള സംഭാഷണത്തിൽ മിശിഹായെ കണ്ടെത്തിയ സന്തോഷത്തോടും കൃതാർത്ഥതയോടും കൂടിയാണ് അവൾ ഗ്രാമത്തിലേക്ക് പോയത്. അതിനു മുമ്പ് അവൾ മിശിഹായെപ്പറ്റി പലരിൽ നിന്നും കേട്ടിരിക്കും. എന്നാൽ മിശിഹായെ നേരിട്ട് കാണുവാൻ അവൾക്ക് ലഭിച്ച അവസരം അവളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ ദീപം കത്തിക്കുന്ന സന്ദർഭമായിരുന്നു. ഈ പ്രത്യാശയോടെ അവൾ പോയി തൻ്റെ ഗ്രാമക്കാരോട് ഞാൻ മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് സാക്ഷ്യം പറയുകയുണ്ടായി. അവളുടെ വാക്ക് കേട്ടവർ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നു. യേശുക്രിസ്തുവുമായുള്ള അവരുടെ അടുപ്പത്തിൽ അവർ യേശുക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി. അവർ യേശുക്രിസ്തുവിനെ പറ്റി ശമരിയാസ്ത്രീയിൽ നിന്ന് കേട്ടറിഞ്ഞതിനേക്കാൾ ശേഷനായിരുന്നു യേശുക്രിസ്തുവുമായുള്ള ആ ബന്ധത്തിൽ അവർക്ക് ഉണ്ടായത്. അതിനുശേഷം ഗ്രാമക്കാർ പറഞ്ഞത് ശ്രദ്ധിക്കുക: ഇനിയും നിൻ്റെ വാക്ക് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ കണ്ട് അനുഭവിച്ച് അറിഞ്ഞിരിക്കുന്നു. നീ പറഞ്ഞതിനേക്കാൾ ശേഷനായ വ്യക്തിയാണ് ഞങ്ങൾ കാണുന്നത്. അവർ മിശിഹായെ കണ്ടെത്തി സന്തോഷമുള്ളവരായി തീർന്നു. പ്രിയരെ, യേശുക്രിസ്തുവിനെ പറ്റി നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ ശ്രേഷ്ഠമായ കാഴ്ചപ്പാട് ലഭിക്കേണ്ടതിനായി നിങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. നിരാശപൂർണമായ ജീവിതത്തെ പ്രത്യാശയിലേക്കും, സങ്കടം നിറഞ്ഞ ജീവിതത്തെ സന്തോഷത്തിലേക്കും, വരൾച്ച നിറഞ്ഞ ജീവിതത്തെ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ നമ്മുടെ ദൈവം പ്രാപ്തനാണ്. ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവം നമുക്കുണ്ടെന്ന സത്യം നമ്മെ ഓരോ ദിവസവും ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തകർച്ചയുടെ നടുവിലും ദൈവസാന്നിധ്യത്തിൽ ജീവിച്ചാൽ നമുക്ക് ദിവ്യ സമാധാനവും ധൈര്യവും ഉണ്ടാകും.